ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. ഞാൻ വിഷ്ണു പുഷ്പരാജ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ഒരു ക്ലാസ് അല്ല കേട്ടോ, ആരും അങ്ങനെ ഓർക്കണ്ട, ഒരു ക്ലാസ് അല്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ JDC HDC കഴിഞ്ഞ കുട്ടികൾ നിൽപ്പുണ്ടല്ലേ, ഇപ്പോൾ JDC എക്സാം കഴിഞ്ഞ ദിവസം വന്നതേയോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ചെറിയ വീഡിയോ. ഓക്കെ, അപ്പം നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സഹകരണ മേഖലയിലെ CSEB എക്സാമുമായി ബന്ധപ്പെട്ട ജോലി ഏതൊക്കെയാണ്, ഏതൊക്കെ പോസ്റ്റിലേക്കാണ് CSEB അല്ലെ നമ്മുടെ സർവീസ് എക്സാമിനേഷൻ ബോർഡ് പരീക്ഷ വിളിക്കുന്നത്, അതിന്റെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഏകദേശം അതിന്റെ സിലബസ് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണെന്ന് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ചെറിയ വീഡിയോയിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും എന്താണ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്കറിയാം, കോപ്പറേറ്റീവ് ബാങ്കിലേക്ക്, സഹകരണ ബാങ്കിലേക്ക് അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളിലേക്ക് ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ, അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ് തുടങ്ങിയ പോസ്റ്റിലേക്കാണ് CSEB എക്സാം നടത്തുന്നത് നമുക്കറിയാം. അപ്പൊ നമുക്കറിയാം, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ടത്, ഇപ്പം ചീഫ് അക്കൗണ്ട്, അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിലേക്കാണ് ഡിഗ്രി വേണം. ഓക്കെ, ഇപ്പൊ ഡിഗ്രി ഇല്ലാത്തവർക്ക് +2 JDC 10 JDC ഉള്ളവർക്കൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ ആണ്. ഓക്കെ, നമ്മുടെ CSEBിലെ ക്ലർക്ക് ഓർ ക്യാഷ്യർ പോസ്റ്റ്. അപ്പൊ അതിന്റെ ഒരു ഏറ്റവും വലിയ പ്രധാനം എന്ന് പറയുന്നത് അതിന്റെ ഒരു സാലറി പാക്കേജിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. താഴെ എന്താണ് അതിനെ കുറിച്ച് സാലറി പാക്കേജും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കണം, എന്താണ് ഒരു ജൂനിയർ ക്ലർക്ക്. ആ പോസ്റ്റിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എന്താ പറയുക, കരിയർ എങ്ങനെയായിരിക്കും നമ്മൾ മനസ്സിലാക്കണം. കരിയറിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, കരിയറിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മളിപ്പോ ഒരു ജൂനിയർ ക്ലർക്കില്, അപ്പൊ നമ്മൾ ഒരു ജൂനിയർ ക്ലർക്കിലാണ് ഒരു സംഘത്തിൽ അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ ജോലിയിൽ കയറുന്നതെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക്, ഒരു വർഷം നമ്മുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യും. ഓക്കെ, ഏകദേശം ഒരു ചിലപ്പം വേക്കൻസി ഉണ്ടെങ്കിൽ ആ നമ്മളെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു പ്രൊമോഷൻ തരാം. ഓക്കെ, ഇപ്പൊ ജൂനിയർ ക്ലർക്ക് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് എന്താണ് ഒരു 2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് നേരെ എന്ത് ചെയ്യും, ആ സീനിയർ ക്ലർക്കിലേക്ക് അവർ പ്രൊമോഷൻ തരും. ജൂനിയർ ക്ലർക്കിൽ നിന്ന് സീനിയർ ക്ലർക്കിൽ പോസ്റ്റിലേക്ക് വരും. അവിടെ സാലറി ഇൻക്രിമെന്റ് ഉണ്ടാവും അല്ലെ, ഹൈക്ക് ഉണ്ടാവും. പുറത്തു വെക്കുക, വലിയ വ്യത്യാസമൊന്നുമില്ല. ജൂനിയർ ക്ലർക്കും സീനിയർ ക്ലർക്കും തമ്മിലുള്ള ജോലി വലിയ വ്യത്യാസമില്ല. ഇപ്പൊ ജൂനിയർ ക്ലർക്കിന്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ കൗണ്ടർ നോക്കുക. പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ ഡ്യൂട്ടി കൗണ്ടർ വരുന്ന കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുക. ഓക്കെ, നമ്മൾ ഒരു സഹകരണ ബാങ്കിൽ പോകുമ്പോൾ അവിടെ കൗണ്ടറിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി 2-3 കൗണ്ടർ കാണും. അവിടെ കുറച്ച് ജീവനക്കാർ കാണും. അതാണ് ജൂനിയർ ക്ലർക്ക് എന്ന് പറയുക. ഇപ്പൊ സീനിയർ ക്ലർക്കിൽ പോസ്റ്റിലേക്ക് നമ്മൾ വന്നാലും നമ്മുടെ ജോലി കൗണ്ടർ കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഒന്നും അത് വലിയ പ്രത്യേകതയില്ല. ശമ്പളം കൂടുന്നു എന്നല്ലാതെ ജോലിയിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ ഒരു ജൂനിയർ ക്ലർക്കിൽ നിന്ന് നമ്മൾ സീനിയർ ക്ലർക്കിലേക്ക് വരുന്നു. അതിനുശേഷം നമ്മൾ വരുന്ന ഏത് പോസ്റ്റിലേക്കാന്ന് ചോദിച്ചാൽ അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കാണ് കേട്ടോ. ഓക്കെ, ഏത് പോസ്റ്റാണ് മക്കളെ? അക്കൗണ്ടന്റ് പോസ്റ്റാണ്. അപ്പം ഒരു 5 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും, സാധാരണയാണ് ഞാൻ പറയുന്നത്, അതിന് നേരത്തെ ആവാം. നമ്മളൊരു ബാങ്കിൽ കയറി ഒരു 2 അല്ലെങ്കിൽ 2.5 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും സാധാരണ നമുക്കൊരു സീനിയർ ക്ലർക്കിലേക്ക് പ്രൊമോഷൻ തരാം. 1 വർഷം കഴിഞ്ഞപ്പോൾ വേണമെങ്കിലും തരാം, അത് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ നമ്മൾ വരുന്നത് അക്കൗണ്ടന്റ് പോസ്റ്റാണ്. അക്കൗണ്ടന്റ് പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കൗണ്ടറും കാര്യങ്ങളൊന്നും അല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സാധാരണ ബാങ്കിൽ ചെയ്യുക. ഈ ഫണ്ട് ട്രാൻസ്ഫർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പിന്നെ അക്കൗണ്ട് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ ചിലപ്പോൾ ഹെഡ് ഓഫീസിലായിരിക്കാം അല്ലെ, അക്കൗണ്ട് റിലേറ്റഡ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ചിലപ്പോൾ നമ്മൾ ബാങ്കിൽ തന്നെ, ബ്രാഞ്ചിൽ തന്നെ ആയിരിക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ജൂനിയർ ക്ലർക്ക്, നെക്സ്റ്റ് സീനിയർ ക്ലർക്ക്, അതിനുശേഷം നമ്മൾ വരുന്ന പോസ്റ്റ് അക്കൗണ്ടന്റ്, അതിനുശേഷം നമുക്ക് തരുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് മാനേജർ. പൊതുവെ കേട്ടോ, സാധാരണയായിട്ട് ഇങ്ങനെയാണ്. ചില ബാങ്കിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുമെങ്കിലും പൊതുവെ ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കുക. ബ്രാഞ്ച് മാനേജർ, അസിസ്റ്റന്റ് സെക്രട്ടറി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു ഹൈരാർക്കി നമുക്ക് വരിക. അപ്പൊ നമ്മള് ഇപ്പൊ ജൂനിയർ ക്ലർക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എന്താണ് കാര്യങ്ങളൊക്കെ പഠിച്ചാണ് ആ ഒരു ബ്രാഞ്ച് മാനേജർ ആകുന്നു. പിന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിലേക്ക് എത്തുന്നു. ഇപ്പൊ ഒരു ബ്രാഞ്ച് മാനേജറൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ കൗണ്ടർ അധികം ഡീൽ ചെയ്യണ്ട. അതായത് നമ്മളിവിടുന്ന് കസ്റ്റമേഴ്സിന്റെ ഡീലിംഗ് അല്ല പ്രധാനപ്പെട്ട, അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്, ക്ലർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പാസ്സാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ വരുന്നത്. കൂടുതൽ കൗണ്ടർ വർക്ക് അല്ല വരുന്നത്. ഓക്കെ, കൂടുതൽ എന്താ പറയുക, നമുക്ക് സൂപ്പർവൈസർ ലെവലിലേക്കാണ് കാര്യങ്ങൾ നോക്കി നടത്തുക എന്നുള്ള രീതിയിലാണ്. പിന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി, ഇതാണ് ഒരു ഹൈരാർക്കി വരിക. ഇപ്പൊ CSEB എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യറിലേക്ക് എഴുതാം. അതോടൊപ്പം തന്നെ എന്താണ്, ഇപ്പൊ സ്ട്രൈറ്റ് ചില ബാങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിലേക്കൊക്കെ എന്താണ് ആപ്ലിക്കേഷൻസ് വിളിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ പോസ്റ്റിൽ കയറിയാണ് നമുക്ക് ഏകദേശം സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറഞ്ഞത് ഏകദേശമാണ്. ഇതിൽ വ്യത്യാസങ്ങൾ വരാം കേട്ടോ. ഞാനൊരു ആവറേജ് ഇട്ട് പറയുകയാണ്. ഒരു 33,000 മുതൽ ഒരു 37 വരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ സാലറി കിട്ടുന്നുണ്ട്. ഓക്കെ, ബാങ്കിന് അനുസൃതമായിട്ടായിരിക്കും. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, സൂപ്പർ ഗ്രേഡ്, സ്പെഷ്യൽ ഗ്രേഡ്, ക്ലാസ് 1 ആ രീതിയിലേക്ക് പോവുകയാണ്. അപ്പം സൂപ്പർ ഗ്രേഡിൽ കയറുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത് അല്ലെ. 18,300 ബേസിക്ക് വരുന്നു.
ഓക്കെ, അതിന്റെ 91% DAയും അതിന്റെ 10% HRA ഒക്കെ ആയിട്ടാണ് വരിക. അപ്പം നമുക്കൊരു 33 മുതൽ 37 വരെയൊക്കെ ഒരു ശമ്പളം നമുക്ക് അവിടെ പ്രതീക്ഷിക്കാമെന്ന് ഓർത്ത് വെച്ചേക്ക്. ഏതിലാണ്? ഒരു ജൂനിയർ ക്ലർക്കായിട്ട് കയറി കഴിഞ്ഞാൽ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ സ്ട്രേറ്റ് ഇപ്പം നമുക്ക് ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ അകത്ത് പറയും എന്താ അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് എന്ത് യോഗ്യതയാണെന്ന് ചോദിച്ചാൽ അവിടെ ഡിഗ്രി മസ്റ്റാണ്. ഓക്കെ, ഡിഗ്രി പ്ലസ് JDC അല്ലെങ്കിൽ ഡിഗ്രി പ്ലസ് HDC അല്ലെങ്കിൽ BCom വിത്ത് കോർപ്പറേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രേറ്റ് എന്ത് ചെയ്യാം? അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ഏത് പോസ്റ്റിലേക്കാണ്? അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അസിസ്റ്റന്റ് സെക്രട്ടറി കയറി കഴിഞ്ഞാൽ പോലെ ഒരു 55K കേട്ടോ, 55-56 ആ റേഞ്ചിലേക്കൊക്കെ ആയിരിക്കും നമ്മുടെ ഏകദേശം സ്റ്റാർട്ടിങ് സാലറി വരിക. പിന്നെ ഓരോ വർഷം കഴിയുമ്പോഴും അവിടെ ഇൻക്രിമെന്റ് ഉണ്ട്. അടുത്ത പ്രൊമോഷൻ സ്കെയിലിലേക്ക് വരുമ്പോൾ ഹൈക്ക് വരുന്നുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഓർത്ത് വെച്ചേക്കുക, CSEB നമുക്ക് നടത്തുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷർ, പിന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി, പിന്നെ സെക്രട്ടറി പോസ്റ്റിലേക്കൊക്കെ ഉണ്ട്. അവിടെ ചെറിയ എന്താണ് പറയുക, നമുക്ക് എക്സ്പീരിയൻസുകളൊക്കെ വേണ്ടി വരും. നമുക്ക് പ്രധാനപ്പെട്ടായിട്ട് നമുക്ക് നോക്കുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതാൻ പോകുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷർ തസ്തികയാണ്. കാരണം അവിടെ ഒരുപാട് വേക്കൻസീസ് ആണ്. ഓരോ പരീക്ഷ കഴിയുമ്പോഴും ഒരുപാട് വേക്കൻസീസ് ആണ് വരുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ 1-2 കാര്യങ്ങൾ പറയാനുള്ളത്, നമുക്ക് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമുക്ക് 100 മാർക്കിനുള്ള എഴുത്ത് പരീക്ഷ, പിന്നെ 20 മാർക്കിന് ഇന്റർവ്യൂ നടത്തുന്നത് ആരാണ്? ബാങ്കിന്റെ കമ്മിറ്റിയാണ്. ബോർഡ് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ബാങ്കിന്റെ കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? ഓർത്ത് വെക്കണം, നമുക്ക് ഇന്റർവ്യൂ നടത്തുന്നത്. അവിടെ 20 മാർക്കിനാണ് ഇന്റർവ്യൂ വരിക. പിന്നെ റിട്ടൺ എക്സാം 100 മാർക്കിനാണ്. 100 ചോദ്യം 100 മാർക്കിനാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഇപ്പം നമ്മുടെ ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷറിന്റെ ആണെങ്കിൽ OMR എക്സാം ആണ്. അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിലേക്ക് ആണെങ്കിൽ അവിടെ ഓൺലൈൻ എക്സാമാണ്. ഈ ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷറിലേക്ക് ഇപ്പോഴും എന്താണ് OMR എക്സാമാണ് നിലവിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓർത്ത് വെച്ചേക്കും. ഓക്കെ, ഇപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബോർഡ് എക്സാം നടത്തുന്നു. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ വരുന്നത് കേരള PSCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ ഇപ്പം എന്താണ് പ്രധാനപ്പെട്ട എക്സാംസുകളൊക്കെ കഴിഞ്ഞു. പ്രധാനപ്പെട്ടതായിട്ടുള്ള നമ്മുടെ കേരള ബാങ്കിന്റെ എക്സാം കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇൻസ്പെക്ടറിന്റെ എക്സാം കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന എക്സാം എന്ന് പറഞ്ഞാൽ KS കാർഡ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് ഇനിയും അവർ എന്ത് ചെയ്യേണ്ടത്? ആപ്ലിക്കേഷൻ വിളിക്കേണ്ടത്. ഓക്കെ, അതിന് കുറച്ച് സമയം എടുക്കുമായിരിക്കും. നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് എപ്പോഴും CSEB എക്സാം ഇങ്ങനെ 3 മാസം 4 മാസം കൂടുമ്പോൾ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കുക. ഒരു വർഷം കുറഞ്ഞാൽ 2 മുതൽ 3 പരീക്ഷ വരെ CSEB നടത്താറുണ്ട്. ഓക്കെ, അതും നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. CSEB ബോർഡ് നടന്ന പരീക്ഷ ഏതാണ്? അതിന് 100 മാർക്ക് റിട്ടൺ എക്സാമിനുണ്ട്, 20 മാർക്ക് ഇന്റർവ്യൂവിനുണ്ട്. സാലറി പാക്കേജ് ഞാൻ പറഞ്ഞു ഏകദേശം ഈ റേഞ്ചാണ്. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെ പഠിക്കണം. അതാണ് ഇപ്പം നിങ്ങൾ ഇപ്പോൾ JDC HDC കഴിഞ്ഞിരിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലേ? അല്ല BCom കോർപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എങ്ങനെ പഠിക്കണം? നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമാണത്. എങ്ങനെ പഠിക്കണം? അപ്പം നിങ്ങൾ പഠിച്ചു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ JDC-കാരൊക്കെ ആണെങ്കിൽ പോലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വന്നിട്ടുണ്ട്. HDC-കാരും പഠിച്ചു വന്നിട്ടുണ്ട്. BCom വിത്ത് കോർപ്പറേഷൻകാരും പഠിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ആ പഠനത്തെ നമ്മളൊരു കോളേജ് ലെവലിലുള്ള പഠനമല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്, അതിനെ എങ്ങനെ കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ പഠനത്തിലേക്ക് മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ക്ലിയർ ആയോ? അതിനെ എങ്ങനെ കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കണം. അപ്പം എങ്ങനെയാണ് ആ പഠിച്ചതിനെ എങ്ങനെ അങ്ങോട്ട് മാറ്റിയെടുക്കാം? അത് നിങ്ങൾ പഠിച്ച എല്ലാം പരീക്ഷയ്ക്ക് വരുമോ? അത് നിങ്ങൾ പഠിച്ചതിൽ കൂടുതൽ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വരുമോ എന്നുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പം ഞാൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം JDC കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നിങ്ങൾ കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. അതിനേക്കാൾ ഒരുപാട് പഠിക്കാനുണ്ട്. ക്ലിയർ ആകുന്നുണ്ടോ? ഇതാണ് JDC-കാരാണെങ്കിൽ നിങ്ങൾ പഠിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇനി പഠിക്കാനുണ്ട്. നിങ്ങൾ ബേസിക് കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇപ്പോൾ BCom വിത്ത് കോർപ്പറേഷൻ അല്ലെങ്കിൽ HDC-കാരൊക്കെ ആണെങ്കിൽ JDC-കാരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതും പോരാ, അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം, ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണ്? സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ശരിയല്ലേ? അപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സാം എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സിലബസ് മനസ്സിലാക്കണം. എന്താണ് സിലബസ്? സിലബസിൽ നിന്നുകൊണ്ട് പഠിക്കണം. ഇപ്പം നിലവിലെ സാഹചര്യം വെച്ച് സിലബസ് നമുക്ക് എന്താണ് കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് CSEB ബോർഡ് സിലബസ് നടന്നിട്ടുണ്ട്. ഇപ്പം സിലബസ് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. നമുക്ക് സിലബസിലേക്ക് പോകാം കേട്ടോ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സിലബസ് മനസ്സിലാക്കി പിന്നെ നമ്മൾ എന്ത് ചെയ്യണ്ടേ? നമ്മൾ കൃത്യതയോടെ ഒരു ടൈം ടേബിൾ രൂപീകരിക്കണം. ശരിയല്ലേ? ഒരു ടൈം ടേബിൾ അധിഷ്ഠിതമായിട്ട് വേണം പഠിക്കാൻ. ചുമ്മാ ചവറ് പോലെ കിടന്ന് പഠിച്ചിട്ട് കാര്യമില്ല. നമുക്കൊരു ടൈം ടേബിൾ ബേസ് ചെയ്ത് ഒരു ടൈം ടേബിൾ രൂപീകരിച്ചുകൊണ്ട് വേണം നമുക്ക് പഠിക്കാൻ. പിന്നെ എന്താണ്, നമുക്ക് മുൻകാല പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്ത് അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. മുൻകാല ചോദ്യങ്ങളോട് കടന്നു പോകണം.
പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോഡൽ എക്സാംസുകൾ എഴുതി പരിശീലിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? എന്നാണ് പറഞ്ഞത്. ആ മോഡൽ എക്സാംസുകൾ പ്രോപ്പറായിട്ട് നമ്മൾ എഴുതി പഠിക്കണം. പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മോഡൽ എക്സാംസുകൾ എഴുതി പഠിക്കണം. പിന്നെന്താണ്, പഠിച്ചാൽ മാത്രം പോരാ, റിവിഷനും ചെയ്യാം. ഓക്കെ, ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. ആദ്യം എന്താണ്, സിലബസ് മനസ്സിലാക്കണം. രണ്ടാമത്തെ എന്താണ്, സിലബസ് മനസ്സിലാക്കി കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുള്ള റിസോഴ്സുകളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം എന്താണ്, ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തു, ടൈം ടേബിൾ അനുസൃതമായിട്ട് പഠിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ കൂടെ നോക്കണം. പിന്നെന്താണ്, മാതൃകാ ചോദ്യങ്ങൾ, മോഡൽ എക്സാംസുകൾ നമ്മൾ ചെയ്ത് പഠിക്കണം. റിവിഷനും സമയങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, റിവിഷൻ ചെയ്യണം. ആ രീതിയിൽ വേണം നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ. ഞാൻ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല. നമ്മൾ ഇനിയും നമുക്ക് ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സിലബസ് ഒന്ന് നോക്കാം. നമുക്ക് സിലബസ് നോക്കാം. സിലബസ് നമുക്ക് മാർക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മൊത്തം ഞാൻ പറഞ്ഞു 100 മാർക്ക് അല്ലേ, 100 മാർക്ക് 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്ക് 100 ചോദ്യം. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതമാണ് നമുക്ക് എന്ത് ചെയ്യുക, അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കണം, ഇംഗ്ലീഷ് വരുന്നുണ്ട്, പിന്നെ മാത്സ് വരുന്നുണ്ട്, GK വരുന്നുണ്ട്. ഇതിനെല്ലാം 10 10 10 വീതം എത്രയാണ്, 30 മാർക്കാണ് ഇവിടെ ലഭിക്കുക. ഓക്കെ, ബാക്കി വരുന്ന 70 മാർക്ക് സബ്ജക്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ സിലബസ് ആണ്. ഓക്കെ, അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ സിലബസ് ആണ്. കാരണം ക്ലർക്കിന്റെ സിലബസ്, പ്രോപ്പർ സിലബസ്, ഡീറ്റെയിൽ സിലബസ് ഇപ്പോഴും വന്നിട്ടില്ല, ഇന്നും വന്നിട്ടില്ല, ഉടനെ തന്നെ വരുന്നതായിരിക്കും. വലിയ വ്യത്യാസമില്ല. ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പാർട്ട് എടുത്ത് കളയും, അത്രയേ ഉള്ളൂ. ഇതിൽ നിന്നും ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പാർട്ട് എടുത്ത് കളയും. നമുക്ക് ജനറൽ ഇംഗ്ലീഷിലേക്ക് ഒന്ന് പോയാലോ, നമുക്ക് ഓരോന്ന് നോക്കാം അല്ലെ. ജനറൽ ഇംഗ്ലീഷിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് സെന്റൻസ്, ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസ്, പിന്നെന്താണ് വരിക, ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ചുകൾ, എഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെർബ്, കോൺകോഡ് എന്ന് പറയും നമ്മൾ, കോൺകോഡ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് വരുന്നുണ്ട്, ആർട്ടിക്കിൾസ്, പിന്നെ എന്താണ് ഓക്സിലറീസ് അല്ലെ, യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മൊഡാൽ ഓക്സിലറി വെർബ്സ്, QT ക്വസ്റ്റ്യൻ ടാഗ്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഒരു ടെൻസ് ഇൻ കണ്ടീഷണൽ സെന്റൻസ്, ദ യൂസ് ഓഫ് കോറിലേറ്റീവ്സ്, പിന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, ഏകദേശം എത്ര ടോപ്പിക്ക് വരുന്നത്, 15, ഏകദേശം 27 കാര്യങ്ങൾ. എനിക്ക് ഒന്നേരം ഇംഗ്ലീഷ് ഗ്രാമറിൽ നിന്നും വൊക്കാബുലറിയും കൂടെ കൂട്ടി ഏകദേശം 15ഉം 12 കൂടെ നിൽക്കുന്നുണ്ട്. ഇവിടെ 15 വന്നേക്കുന്നുണ്ടോ, ഇവിടെ 15, ഇവിടെ കണ്ടോ 12 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 15ഉം 12ഉം കൂടെ നമുക്ക് ഏകദേശം 12, 27 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. GK ആണെങ്കിലും ബേസിക് ആണ്. പണ്ടത്തെ കഴിഞ്ഞ എക്സാംസുകൾക്കൊന്നും ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് വന്നിട്ടില്ല, ഇപ്പോഴാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, ഇതനുസൃതമായിട്ട് പഠിച്ചു പോയാൽ മതി. നോക്കാം, എനിക്ക് ബേസിക് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. UN, പിന്നെ ഫ്രീഡം സ്ട്രഗിൾ ഇൻ ഇന്ത്യ, തിരുവിതാംകൂറിന്റെ ചരിത്രം, സോഷ്യൽ റിഫോംസ് മൂവ്മെന്റ്, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ 5-year പ്ലാനുകൾ. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കേരള ജിയോഗ്രഫി, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് റിവേഴ്സ്, ഇന്ത്യൻ സ്റ്റേറ്റ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്, എക്സെട്രാ തുടങ്ങിയ കാര്യങ്ങൾ കറണ്ട് അഫെയറും കൂടെ ഉൾപ്പെടുത്തിയാണ് അവർ നമുക്ക് GKക്ക് 10 മാർക്ക് അവർ അലോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് വരുന്ന ടെസ്റ്റ് ഓഫ് റീസണിങ്, മാത്സ് ആണ്, ബേസിക് ആണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് അധികം പോകുന്നില്ല, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നമുക്ക് എന്താണ് ക്ലാസ്സസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓരോന്നിലേക്കും ഞാൻ പോകുന്നില്ല. ഞാൻ ഇനി പോകുന്നത് കൂടുതലും നമ്മുടെ കോർ സബ്ജക്റ്റ് ആണ്. കോർ സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കേണ്ടത് കോർപ്പറേഷൻ പഠിക്കാനുണ്ട്. ഓക്കെ, കോർപ്പറേഷൻ പഠിക്കാനുണ്ട്, പിന്നെ കോപ്പറേറ്റീവ് ലോ പഠിക്കാനുണ്ട്, ബാങ്കിങ് പഠിക്കാനുണ്ട്. എന്ത് പഠിക്കാനുണ്ട്, ബാങ്കിങ് പഠിക്കാനുണ്ട്, പിന്നെ നമുക്ക് അക്കൗണ്ടിങ് കൂടെ പഠിക്കാനുണ്ട്. ഇതാണ് നമ്മുടെ കോറായിട്ട് പഠിക്കേണ്ട. 70 മാർക്ക് വരുന്നത് ഈ 4 സബ്ജക്റ്റുകളിൽ നിന്നായിരിക്കും. അതിൽ ഇപ്പം നിങ്ങൾ പറയും, സാറേ ഇതൊക്കെ ഞങ്ങൾ എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇതൊക്കെ കാണുമ്പോൾ ചെറിയ ഓർമ്മ വരുന്നുണ്ടല്ലോ സാറേ, ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. JDC ആണെങ്കിലും HDC ആണെങ്കിലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. സഹകരണ തത്വങ്ങൾ അല്ലെ, ICA, കോമൺവെൽത്ത് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഫോറിൻ കൺട്രി ഇംഗ്ലണ്ട്, റോബർട്ട് ഓവൻ പഠിച്ചിട്ടില്ല. ഇംഗ്ലണ്ട്, അവിടുത്തെ റോബർട്ട് ഓവൻ, ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞ് റോബർട്ട് ഓവനെ കുറിച്ച് പഠിക്കാനുണ്ട്. ജർമ്മനി പഠിക്കാനുണ്ട്, ഷൂൾസ്, റൈഫേഴ്സ്, ഡെൻമാർക്ക്. അപ്പം നമുക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളോടൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ അധികമായിട്ട് പഠിക്കണം. ഓക്കെ, ഇന്നത്തെ എല്ലാ ടോപ്പിക്സുകളും ഇവിടെ തന്നിട്ടുള്ള എല്ലാ ടോപ്പിക്സുകളും JDC ടെസ്റ്റിലില്ല, അല്ലെങ്കിൽ HDC ടെസ്റ്റിലില്ല, ബികോം കോർപ്പറേഷനകത്തും ഇല്ല. നമുക്ക് ഈ സിലബസ് എന്താണ് അധിഷ്ഠിതമായിട്ട് തന്നെ കാര്യങ്ങൾ പഠിക്കണം. അതൊക്കെ അത്യാവശ്യം കണ്ടോ, അത്യാവശ്യം. ഇപ്പൊ ഇവിടെ 15 കേട്ടോ. ജൂനിയർ ക്ലർക്ക് വരുമ്പോൾ ഇവിടെ 15 മാർക്കിനായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ നടത്തുന്നത്. ഇതിപ്പോൾ സെക്രട്ടറിയുടെ സിലബസ് ആണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ജൂനിയർ ക്ലർക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്ക്
15 മാർക്കായിരിക്കും കോർപ്പറേഷനിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കുക എന്ന് ഓർത്ത് വെച്ചേക്കുക. ഞാനിപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, അങ്ങനെയാണെങ്കിൽ മണിക്കൂറുകൾ വേണം അല്ലേ, ഒരുപാട് സമയമാണ്. എല്ലാത്തിലേക്കും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, ഏകദേശം ഒരു ഐഡിയ തരാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മുടെ സിലബസിനെ കുറിച്ച് അത്യാവശ്യം പഠിക്കാനുണ്ട് കേട്ടോ. എനിക്ക് KS കാർഡ് ബാങ്കിനെ കുറിച്ച് പഠിക്കാനുണ്ട്, അവരുടെ റിഡംഷൻ ഫണ്ട്, പി കാർഡ് ബാങ്ക്, NCCT, കിക്മ, കെയ്പ്, കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ, എഡ്യൂക്കേഷനൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ ആക്ട് റൂൾസ് കിടക്കുന്നു. ആക്ട് റൂൾസ് ഉണ്ടോ? ഓക്കെ, ആക്ട് റൂൾസിന് 15 മാർക്കാണ്. നമുക്ക് KCS ആക്റ്റും പഠിക്കണം, ആ KCS ആക്റ്റും പഠിക്കണം, റൂളും പഠിക്കണം. ആഫ്റ്റർ അമെൻമെന്റ് ഇപ്പം രണ്ടിലും എന്താണ് ഭേദഗതികൾ അല്ലെങ്കിൽ അമെൻമെന്റ് വന്നിട്ടുണ്ട്. ഇപ്പം ഈ അമെൻമെന്റ് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അത് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. KCS സൊസൈറ്റീസ് ആക്ട് ആസ് അമെൻഡഡ്. റൂളും ആക്ടിലും റൂളിലും അല്ലെ, നിയമത്തിലും ചട്ടത്തിലും അവിടെ ഭേദഗതികൾ വന്നിട്ടുണ്ട്. അതിനനുസൃതമായിട്ട് തന്നെ പഠിക്കണം. പിന്നെ എനിക്ക് തോന്നുന്നു റാങ്ക് മേക്കിംഗ് ഞാൻ ചാൻസ് ഉള്ള 2 ടോപ്പിക്ക്, ഒന്ന് ബാങ്കിങ് ആണ്, ഒന്ന് അക്കൗണ്ടിങ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ക്ലർക്കിന് വരുമ്പോൾ ഇവിടെ 20 മാർക്കായിരിക്കും കേട്ടോ. ക്ലർക്കിന് വരുമ്പോൾ ഇവിടെ 20 മാർക്കായിരിക്കും. ബാങ്കിങ്, അക്കൗണ്ടിങ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പം HDCക്കാരുടെ പുസ്തകം ഒരു ബേസ് ആയിട്ട് നമുക്ക് എടുക്കാം. മറ്റ് യൂണിവേഴ്സിറ്റി ടെസ്റ്റുകളൊക്കെ ബേസ് ആയിട്ട് എടുത്ത് വേണം നമ്മൾ ഈ ബാങ്കിങ് പഠിക്കാൻ. അത് മാത്രം പോരാ, നമ്മൾ അപ്ഡേഷൻസുകൾ നെറ്റിൽ നോക്കി തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ബാങ്കിങ്, അക്കൗണ്ടിങ് വലിയ സീനില്ല. അവിടെ കുറച്ച് കോസ്റ്റ് അക്കൗണ്ടിങ് നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് കേട്ടോ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാത്രമല്ല, കോസ്റ്റോടെ കയറി വരുന്നുണ്ട് എന്ന് ഓർത്ത് വെച്ച്. ഓക്കെ, അതവിടെ കഴിഞ്ഞോട്ടെ. പിന്നെ ഓഡിറ്റ്, ഇത് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് വരുമ്പോൾ ഓഡിറ്റ് 10 മാർക്ക് വരും. അപ്പോൾ നമ്മുടെ കോർപ്പറേഷൻ്റെയും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിങ്ങിനും അവിടെ 15 ആകും. കോർപ്പറേഷന് 10ഉം അക്കൗണ്ടിങ്ങിന് 15ഉം ആകും എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ്ങിന് 20, കോർപ്പറേഷന് 15. അപ്പോൾ ഓഡിറ്റിംഗ് നിങ്ങൾക്ക് എവിടെ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അത് അസിസ്റ്റന്റ് സെക്രട്ടറി പരീക്ഷയ്ക്ക് മാത്രമേ ഉള്ളൂ. അവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ, വലിയ കഷ്ടപ്പാടായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മുടെ സിലബസ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കും. എന്താണ് നമ്മുടെ സിലബസ്? ഈ സിലബസിൽ അധിഷ്ഠിതമായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ ചിലപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഓർക്കും, എൻ്റെ മുന്നു സാറേ ഇത് ബുദ്ധിമുട്ടാണല്ലോ. ഒരു ബുദ്ധിമുട്ടില്ല, ബൈ എക്സ്പീരിയൻസ് ഞാൻ പറയാണ്. നമ്മുടെ ഇവിടെ നിന്ന് ഒരുപാട് കുട്ടികൾ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഒരു ബുദ്ധിമുട്ടുമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി പ്രോപ്പറായിട്ട് പഠിക്കണം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, എന്താണ് നമ്മൾ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നത്, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങൾ ഓർത്താൽ മതി. സിലബസ് മനസ്സിലാക്കി അല്ലേ, നമുക്ക് സിലബസ് മനസ്സിലായി. ഇതാണ് സിലബസ്. ഇത് നമ്മൾ കൃത്യതയോടെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യണം. എല്ലാ സബ്ജക്റ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യണം. പിന്നെ PYQs ഒക്കെ നമ്മൾ PYQസിലൂടെയൊക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. MCQs ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മാതൃക, അതായത് മോഡൽ എക്സാംസുകൾ ചെയ്ത് പഠിക്കണം, റിവിഷൻ ചെയ്യണം പഠിച്ചത്. അപ്പം അതിനെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക് ആയിട്ട് വരിക അല്ലേ, ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യണം. അപ്പം പിന്നെ ഇപ്പം നമ്മൾ ഇവിടെ എന്തുകൊണ്ട് എൻട്രി നമ്മൾ പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞു നമുക്ക് പ്രോപ്പറായിട്ടൊരു സിലബസ് ഉണ്ട്. അപ്പോൾ ആ സിലബസ് എല്ലാം പ്രോപ്പറായിട്ട് പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ആപ്പിലൂടെ നിങ്ങൾക്ക് എന്താണ് സിലബസ് ബേസ്ഡ് റെക്കോർഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേറെ സിലബസ് ബേസ്ഡ് റെക്കോർഡ് ക്ലാസ്, നമ്മുടെ സിലബസിനകത്ത് ഓരോ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് നമ്മുടെ ആപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആപ്പ് ത്രൂ നിങ്ങൾക്ക് ക്ലാസ്സസ് കണ്ട് മനസ്സിലാക്കാം. നിങ്ങളുടെ സമയത്തിനനുസൃതമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ ക്ലാസ്സസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഡൗട്ട്സ് വരത്തില്ലേ, റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ചെറിയ ഡൗട്ട്സുകൾ വരും. എല്ലാം നമുക്ക് മനസ്സിലാവണമെന്നുണ്ടോ? ഇല്ല, പല കുട്ടികളും പല രീതിയിലാണ്. ചിലപ്പോൾ ഡൗട്ട്സ് വരാം. അപ്പം അങ്ങനെ ഡൗട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡെയിലി ലൈവ് ക്ലാസ് നമുക്ക് കൊടുക്കുക. നമ്മൾ ഈ ലൈവ് ക്ലാസ്സിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സുകൾ, നമ്മൾ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ ചോദിക്കാം. നിങ്ങൾ റെക്കോർഡ് വീഡിയോസിൽ കണ്ടിട്ടുള്ള സാറേ ഇന്ന കാര്യം എനിക്ക് മനസ്സിലായില്ല, അതെന്താണ്, അല്ലെങ്കിൽ സർചാർജ് എന്താണ്, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എന്താണ് സാറേ, ദിവസം മനസ്സിലായില്ല, അല്ലെങ്കിൽ കോർപ്പറേഷനകത്ത് ഇത് മനസ്സിലായില്ല, നിങ്ങൾക്ക് മനസ്സിലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസിലും ലൈവ് ക്ലാസ്സസിലുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്ത് പരിഹരിക്കാം. അപ്പോൾ പഠിച്ചു, സിലബസ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കുന്നു, ഡൗട്ട്സ് ഉണ്ട് അതും ചോദിച്ച് ക്ലിയർ ചെയ്യുന്നു. പിന്നെ ഇവിടെ എടുക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, റിട്ടയർഡ് ആയിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകരാണ് ഇവിടെ നിന്ന് ക്ലാസ്സസ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ തരും. നമ്മൾ പറഞ്ഞതുപോലെ എന്താണ്, നമുക്ക് ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കണമെന്ന് പറയാമല്ലോ, ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് ടൈം ടേബിൾ നൽകുകയാണ്. ക്ലിയർ ആകുന്നുണ്ടോ? നമ്മൾ തന്നെ നിങ്ങൾക്ക് ആ ടൈം ടേബിൾ നൽകും. ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ, എങ്ങനെ പഠിക്കണം, ഒരു ദിവസം ഏതൊക്കെ ടോപ്പിക്സിൽ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. പിന്നെന്താണ്, സ്റ്റഡി കാർഡുകളുണ്ട് ചെറിയ രീതിയിലുള്ള.
ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റഡി കാർഡ്സുകളും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം സിലബസ് ബേസ്ഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട ലൈവ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ഒരു സ്റ്റഡി കാർഡ്സുകളുണ്ട്. പിന്നെന്താണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടാണ് നിങ്ങൾക്കൊരു മെൻറ്റർ ഉണ്ടായിരിക്കും നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനും നിങ്ങളുടെ ഡൗട്ട്സുകൾ നമ്മുടെ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാനും നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു പേഴ്സണൽ മെൻറ്ററും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പരീക്ഷ കഴിയുന്നതോടെ നിങ്ങളെ വിട്ട് കളയില്ല. നിങ്ങൾ പരീക്ഷ എഴുതി നിങ്ങൾ എക്സാമിന് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ അടുത്ത ഒരു കടമ്പുണ്ട്. എന്താണ് കടമ്പ? ഇന്റർവ്യൂ ആണല്ലേ. എന്താണ് ഇന്റർവ്യൂ ഉണ്ട്. 20 മാർക്കിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിനുമുള്ള കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? അല്ലാതെ പരീക്ഷ എഴുതി ജയിക്കുക മാത്രമല്ല, ക്വാളിഫൈ ചെയ്യുക മാത്രമല്ല, ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ്സും നമ്മളിവിടെ സെഷൻസ് ആയിട്ട് തന്നെ മോഡലായിട്ടുള്ള മോക്ക് ഇന്റർവ്യൂസുകൾ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ ഇന്റർവ്യൂസിൽ അത് ഒരുപാട് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഓക്കെ, ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. സിലബസ് ബേസ്ഡ് ക്ലാസ്, ലൈവ് ക്ലാസ്സസ്, അതോടൊപ്പം നിങ്ങൾക്ക് മെൻറ്ററിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും, ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. പിന്നെന്താണ് ഇന്റർവ്യൂവിനും നമ്മൾ നിങ്ങൾക്ക് ട്രെയിനിങ് നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഒരു കംപ്ലീറ്റ് പ്ലാൻ എന്ന് പറയാം. സഹകരണ മേഖലയിലെ എക്സാമിന് ഒരു കംപ്ലീറ്റ് പ്ലാൻ. ഇപ്പം നമ്മൾ കേരള PSC വരുമ്പോൾ ആ ക്ലാസ്സസും ഇവിടെ നമ്മൾ നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സഹകരണ മേഖലയിലേക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു പ്ലാനാണ് എൻട്രി ഇവിടെ നിങ്ങൾക്കായിട്ട് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ കോൺടാക്ട് നമ്പർ 7736122215. പിന്നെ മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മുടെ എൻട്രിയിൽ ജൂണിൽ എഡ്യൂഫെസ്റ്റ് നൽകുന്നതാണ് കേട്ടോ. എഡ്യൂഫെസ്റ്റ് നൽകുന്നതാണ്. കാരണം ജൂൺ മാസത്തിൽ നമ്മൾ ഇവിടെ എഡ്യൂഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതോടനുസൃതമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കോഴ്സസ് പർച്ചേസ് ചെയ്യുമ്പോൾ മുൻപെങ്ങും ലഭിക്കാത്തത്രത്തോളം വലിയ ഡിസ്കൗണ്ടിലാണ് നമ്മളിപ്പോൾ ഇവിടെ കോഴ്സസ് ഓഫർ ചെയ്യുന്നത്. അത് ജൂൺ മാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം എഡ്യൂഫെസ്റ്റിനനുസൃതമായിട്ട് കൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്, കോഴ്സസ് ഏറ്റവും കുറഞ്ഞ ആ ഒരു പ്രൈസിലാണ് കോഴ്സസ് ഇപ്പോൾ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സമയം കളയാതെ ഈ ജൂൺ മാസത്തിന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുക. നിങ്ങളുടെ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 7736122215. അതോടൊപ്പം തന്നെ ഇതിൽ സംശയമാണെങ്കിൽ താഴെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്, ഒരു ഗൂഗിൾ ഫോംസുകളുണ്ട്. അത് ഫില്ല് ചെയ്താൽ നമ്മുടെ ടീം നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.